ഇന്നത്തെ വീഡിയോയിൽ ഇൻഡോറായി സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റിയ CC പ്ലാന്റിനെ കുറിച്ചുള്ളതാണ്. ഇതിൽ നമ്മൾ 3-4 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് നഴ്സറി പോട്ടിൽ നിന്ന് നമ്മളിത് എങ്ങനെ നമ്മുടെ പോട്ടിംഗ് മിക്സിലേക്ക് മാറ്റി സെറ്റ് ചെയ്യുന്നു. രണ്ടാമത്തേത് റീപോട്ട് ചെയ്യാറായ പ്ലാന്റ്, അതായത് 1-2 വർഷം നമ്മുടെ പോട്ടിൽ തന്നെ വളർന്ന ചെടിയെ എങ്ങനെ കുറച്ചുകൂടെ വലിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നു. മൂന്നാമത്തേത് ഇത് ബുഷിയായിട്ട് പെട്ടെന്ന് വലുതാവാൻ, കൂടുതൽ ലീവ്സും അതേപോലെ കൂടുതൽ സൈസും വരാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. പിന്നെ നാലാമത്തേത് ഈ പ്ലാന്റ് കുറച്ച് ടോക്സിക്കാണ്, പെറ്റ്സിനും ഹ്യൂമൻസിനൊക്കെ ഇത് ടോക്സിക്കാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ സേഫായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എൻ്റെ കയ്യിലുള്ള CC പ്ലാന്റ് വെറൈറ്റീസ് ഒന്ന് കാണാം. ഇതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ പ്ലാന്റ്. ഇത് വളരെ ചെറിയ പോട്ടിൽ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാനിത് ഫുള്ളി ഇൻഡോറായിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ ഗ്രോത്ത് വളരെ കുറവായിരുന്നു. അതങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വലുതാവുന്നില്ല. അപ്പം എന്നാൽ ഒന്ന് റീപോട്ട് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ പൊസിഷനൊന്ന് മാറ്റി നോക്കാമെന്ന് വിചാരിച്ചിട്ട് റീപോട്ട് ചെയ്തു. എന്നിട്ട് സിറ്റ് ഔട്ടിലേക്ക് മാറ്റി. സിറ്റ് ഔട്ടിൽ നല്ല ബ്രൈറ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടും. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ സൈസ് പെട്ടെന്ന് കൂടാൻ തുടങ്ങി. ഈ പുതിയ ലീവ്സൊക്കെ കണ്ടോ, നല്ല വലുപ്പത്തിൽ വരുന്നു കണ്ടോ. പിന്നെ ഇതിൻ്റെ ആയിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ എന്താണെന്നറിയോ, ഇതിൻ്റെ ഈ ലീവ്സ് ഒരുപാട് കാലം, കൊല്ലങ്ങളോളം കേടാവാണ്ട്, അതായത് വാടിപ്പോവാണ്ട് നിൽക്കും. ഇതിലത്തെ പോണ്ടോ, ഇത് ഏറ്റവും ആദ്യത്തെ വാങ്ങുമ്പോഴുള്ള ഒരു ലീഫാണ്. അത് 2019 വാങ്ങിയിട്ടുണ്ട്. അപ്പോഴുള്ള ലീഫാണിത്. ഇങ്ങനത്തെ ഈ ചെറിയ ലീവ്സ് മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് പഴുത്ത് വരുന്നേ ഉള്ളൂ. സാധാരണ ലീവ്സൊക്കെ ഒരു 5-6 മാസത്തിൽ കൊഴിഞ്ഞു പോകുമല്ലോ. ഇതിന് കൂടുതൽ ഡ്യൂറേഷൻ ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കും, കൂടുതൽ കാലം കേടാവാതെ നിൽക്കും. ആകെ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ നനയ്ക്കേണ്ട കാര്യം മാത്രമാണ്. അതൊക്കെ നമുക്കിതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്തത് ഈ CC പ്ലാന്റാണ്. ഇത് വളരെ ചെറിയ ഒരു ഗ്ലാസിൻ്റെ വലിപ്പമുള്ള ഒരു പോട്ടിൽ ഒരു സിംഗിൾ ലീഫിൽ നിന്ന് ഉള്ള ഒരു പ്ലാന്റായിട്ട് വാങ്ങിയതാണ്. ഒരു സിംഗിൾ ലീഫും അതുപോലെ ഈ 4 ഇല അതിലിങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇതിനെ വാങ്ങിയത്. പിന്നെ അടുത്തത് ഈ 4 ലീഫുള്ളത് വന്നു. പിന്നെ കണ്ടോ, ലീഫിൻ്റെ നമ്പർ കൂടി, ഓരോ പ്രാവശ്യം നമ്പർ കൂടി വരുന്നു. ഇപ്പോൾ ഇത് 2 വർഷത്തോളമായിട്ട് ഈ പോട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ വേരൊക്കെ അടിയിൽ കൂടെ പുറത്ത് വരാൻ തുടങ്ങി. ഇതിന് റീപോട്ട് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ റീപോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് ഇനിയും കൂടും, അതേപോലെ കൂടുതൽ ബുഷിയാവും ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് റീപോട്ട് ചെയ്യുന്നതും എങ്ങനെയെന്ന് കാണാം. പിന്നെ അടുത്ത വെറൈറ്റിയാണ് ഈ ബ്ലാക്ക് CC. ഈ CC പ്ലാന്റിനെ നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും. നേരത്തെ ഒരു വീഡിയോയിൽ ഇതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു നഴ്സറി വിസിറ്റ് വീഡിയോയിൽ. ഈ പ്ലാന്റ് മാത്രമാണ് അന്നുണ്ടായിരുന്നത്. ഞാൻ വേറൊരെണ്ണം സ്റ്റോക്ക് വന്നാൽ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് വളരെ ചെറുതായതുകൊണ്ട് അവിടെ എടുക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ പുതിയ പ്ലാന്റ് വന്നിട്ടില്ല. അവസാനം എന്നാൽ ഇതന്നെ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തു. ഇപ്പോൾ ഈ പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെ നഴ്സറി പോട്ടിംഗ് മിക്സ് കണ്ടോ, നല്ല ക്ലേ ആണ്, നല്ല വെള്ളം ഒരുപാട് ഹോൾഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ ഒരു നല്ല ഭംഗിയുള്ള പോട്ടിലേക്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്താൽ ഇത് കുറച്ച് ദിവസം ഇരിക്കും. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ, ചിലപ്പോൾ ഈ പ്ലാന്റ് റൂട്ട് റോട്ട് വരും. കാരണം ഈ മണ്ണ് കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്യും. അപ്പോൾ നമുക്കിതിനെ ഈ മണ്ണിൽ നിന്ന് മാറ്റി നമ്മുടെ നല്ല പോട്ടിംഗ് മിക്സിലേക്ക് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതേ സൈസ് പോട്ടിൽ തന്നെ വെക്കാം. കാരണം ഇതിപ്പോൾ ചെറിയ പ്ലാന്റ് ആണല്ലോ. ഇത് 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പോട്ടിൻ്റെ സൈസ് കൂട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മണ്ണ് കളഞ്ഞ് പുതിയ പോട്ടിംഗ് മിക്സിലേക്ക് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യുന്നത് കാണാം. അതിൻ്റെ പോട്ടിംഗ് മിക്സിന് വേണ്ട കോമ്പണൻസാണിത്. ഇത് ഒരുവിധം എല്ലാ പ്ലാന്റ്സിനും, ഇൻഡോറായി സെറ്റ് ചെയ്യണ ഔട്ട്ഡോറായി സെറ്റ് ചെയ്യണ പ്ലാന്റ്സിനൊക്കെ പറ്റും, കാക്ടസും സക്കുലൻസും അല്ലാത്തതിന്. ഇത് നമ്മുടെ സാധാരണ ഗാർഡൻ സോയിലാണ്. ഇത് ചാണകപ്പൊടി, കമ്പോസ്റ്റ്, ഇത് മണൽ. എൻ്റെ അടുത്ത് ശരിക്കുള്ള മണലില്ലാത്തതുകൊണ്ട് ഞാൻ എംസാൻഡാണ് എടുത്തിരിക്കുന്നത്. ഈ മണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റും മണലിൻ്റെയും കൂടെ പ്രപ്പോർഷൻ നോക്കുകയാണെങ്കിൽ പകുതി മണ്ണെടുത്തിട്ടുണ്ട്, ബാക്കി 3 കൂടെ
ആ പകുതിയുടെ അത്ര ബാക്കി പകുതിയും കൂടെയാണ്. അങ്ങനെ 100% ആണ്. ഇത് കുറച്ച് അങ്ങോട്ടോ മാറിയാലൊന്നും പ്രശ്നം വരില്ല. ഇത് നമ്മൾ ഫുള്ളി ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത്. എല്ലുപൊടി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. കാരണം ചിലപ്പോൾ എല്ലുപൊടിയിലൊരു കെമിക്കൽ, അതിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് സമയത്ത് അവർ കെമിക്കൽ ആഡ് ചെയ്യുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് പോട്ടിംഗ് മിക്സിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ചെടി ഇങ്ങനെ ഒരു മഞ്ഞ നിറം വന്നിട്ട് അത് വാടിപ്പോവും. അപ്പോൾ എല്ലുപൊടി നമുക്ക് മിക്സ് ചെയ്യണമെങ്കിൽ ഈ പോട്ടിംഗ് മിക്സ് ഒരാഴ്ച മുമ്പ് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നം വരില്ല. നമ്മൾ പെട്ടെന്ന് അത് ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ പ്ലാന്റ് സെൻസിറ്റീവ് ആണെങ്കിൽ അത് നാശമായി പോവാം. അങ്ങനെ ഒരു റിസ്ക് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി എല്ലുപൊടി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സിലേക്ക് ആ മണ്ണ് മാറ്റിയിട്ട് പുതിയ ഈ മിക്സിലേക്ക് പ്ലാന്റിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കോക്കോപീറ്റ് ആഡ് ചെയ്യുന്നില്ല. കാരണം ഇൻഡോറായി സെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അനുഭവത്തിൽ കോക്കോപീറ്റ് ഇല്ലാണ്ടാണ് എനിക്ക് നന്നായി തോന്നിയിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ വെള്ളം നനവ് ഇങ്ങനെ കൂടുതൽ സമയം അതിലിങ്ങനെ കോക്കോപീറ്റ് കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് ഒരു ചീഞ്ഞ് വരാനുള്ളൊരു ടെൻഡൻസി കൂടുതലുള്ള പോലെ തോന്നിയിട്ട് ഞാനിപ്പോൾ കോക്കോപീറ്റ് ഇൻഡോറായി സെറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് നനയ്ക്കേണ്ട ഫ്രീക്വൻസി കൂട്ടുകയാണ് ചെയ്യാറ്. നമുക്കത് ചെക്ക് ചെയ്തിട്ട് മണ്ണിൻ്റെ നനവ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നനച്ച് കൊടുക്കും. കോക്കോപീറ്റ് ആഡ് ചെയ്യുന്നത് നമ്മൾ ആ മോയ്സ്ചർ കൂടുതൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് നമ്മളത് നനയ്ക്കുന്നതിൽ ശ്രദ്ധിച്ച് അത് വേണ്ട ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ കോക്കോപീറ്റ് ആഡ് ചെയ്യാത്തത് അതുകൊണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റിനെ ഈ പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ ഹാർഡായിട്ടുള്ള മണ്ണിനെയൊക്കെ മാറ്റിക്കളയാം. ഇതൊന്നങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ കിട്ടും. ഇത് കണ്ടോ, ഉരുളക്കിഴങ്ങ് പോലെ നല്ലൊരു ബൾബുണ്ട്. ഇതിന് പുതിയൊരു ലീഫ് വരുന്നുണ്ട്. ഈ ബ്ലാക്ക് സീസിയുടെ പുതിയ ലീഫ് വരുമ്പോൾ ചിലപ്പോൾ അത് പച്ച നിറത്തിൽ തന്നെ വരുന്ന കാണാറുണ്ട്. അത് പിന്നെ അത് ഇങ്ങനെ പ്രായമാകുമ്പോൾ ഈ ബ്ലാക്ക് കളറിലേക്ക് വരികയാണ് അത്ര ചെയ്യുക. ഇത് നോക്കാം നമുക്ക് ഗ്രീൻ ആയിട്ടാണോ വരിക അതോ ബ്ലാക്ക് കളർ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ടുണ്ട്, വേരൊന്നും പൊട്ടിയിട്ടില്ല. ഇപ്പം കണ്ടോ ഈ വേര് കണ്ടോ, ഇതിന് റോട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ ഈ വേര്, അതിൻ്റെ ഉള്ളിലത്തെ എല്ലാം ഡീക്കേ ആയി പോയിട്ടുണ്ട്. വെറും അതിൻ്റെ ആ സ്കിന്ന് മാത്രം കണ്ടോ, ആ തൊലി മാത്രമേ ഉള്ളൂ. ഇതുവരെയും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ബാക്കി റൂട്ട്സിനൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഈ പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഡ്രെയിനേജ് ഹോളൊന്ന് നമുക്ക് ചകിരി വെച്ച് കവർ ചെയ്യാം. അല്ലെങ്കിൽ ഈ പോട്ടിങ്സ് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നനയ്ക്കുമ്പോൾ താഴെ പോവും. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് ചകിരി അതിൻ്റെ ഉള്ളിൽ അടിയിൽ മാത്രം വെച്ച് കൊടുക്കാം. ഇങ്ങനെ വലിയ ചകിരി എടുത്തതൊന്ന് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ആ ഹോള് കവറാവാൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് മണ്ണിടാം. ഇപ്പോൾ പകുതി മണ്ണ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഈ പ്ലാന്റിനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ബാക്കി മണ്ണിടുക. ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നനച്ച് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ അന്ന് തന്നെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യരുത്. അപ്പോൾ ഈ പോട്ടിലേക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സിലേക്ക് സെറ്റ് ചെയ്തു. ഇനി ഇത് നന്നായി നനച്ച് കൊടുക്കണം. ഡ്രെയിനേജ് ഹോളിൽ കൂടെ വെള്ളം പുറത്ത് വരട്ടെ. അപ്പോൾ അങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യണം. അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത്. കാരണം ഇത് നഴ്സറിയിൽ ഇരുന്നിരുന്ന ഏതാണ്ട് അതേ പൊസിഷൻ കൊടുക്കണം. പെട്ടെന്ന് നമ്മളിത് ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ, നല്ലൊരു പോട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ സെറ്റ് ചെയ്ത് ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ചെടി ചിലപ്പോൾ നാശമായി പോവും. അതുകൊണ്ട് ഇതിന് ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ തന്നെ വെക്കണം. പിന്നെ മണ്ണ് തൊട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇതിൽ ഒട്ടും നനവില്ല എന്ന് അങ്ങനത്തെ സ്റ്റേജിലാണ് നെക്സ്റ്റ് ടൈം നമുക്ക് നനയ്ക്കാൻ പറ്റുള്ളൂ. മിനിമം ഒരാഴ്ച കഴിയേണ്ടി വരും. ഇനി നിങ്ങൾക്ക് വിരൽ ഇതിൽ തൊട്ട് നോക്കിയിട്ട് നനവ് തോന്നുന്നില്ല, അങ്ങനെയാണെങ്കിൽ അടിയിലെ ഡ്രെയിനേജ് ഹോളിൽ കൂടെയും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അവിടെ നനവുണ്ടെങ്കിലും നനയ്ക്കേണ്ട കാര്യമില്ല. പലപ്പോഴും ഇത് വെള്ളം അധികമായിട്ടാണ് ഇതിന് റൂട്ട് വന്നിട്ടാണ് ഇത് നാശമായി പോവുക. അപ്പോൾ നനയ്ക്കേണ്ട കാര്യം നല്ല കെയർഫുൾ ആവണം. ഇപ്പോൾ തൽക്കാലം ഇത് ഇങ്ങനെ തന്നെ പുറത്താണ് വെക്കുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ഇൻഡോറായി വെക്കുമ്പോൾ സെറ്റ് ചെയ്യുക. പക്ഷേ ഇത് പോട്ട് ചെയ്ത ഉടനെ അങ്ങനെ സെറ്റ് ചെയ്യണ്ട.
അതൊന്ന് ഇതിൽ എസ്റ്റാബ്ലിഷ് ആവട്ടെ, പുതിയ മിക്സിലേക്ക് അതിന് പുതിയ വേരൊക്കെ വരട്ടെ. അതുവരെ അത് പുറത്തിരിക്കട്ടെ, ഒരു 2 ആഴ്ച അത് പുറത്തിരുന്നോട്ടെ. അതായത് ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ. ഇനി നമുക്ക് ഈ CC പ്ലാന്റിനെ റീപോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. ഇതുണ്ടല്ലോ, വാങ്ങുമ്പോൾ ഈ ഒരു ചെറിയ പോട്ടിൽ ഒരു സിംഗിൾ ലീഫ് നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത ഒരു പ്ലാന്റ് ആയിട്ടാണ് വാങ്ങിയത്. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ സൈസ് ഇതിൽ മാക്സിമം എത്തിക്കഴിഞ്ഞു. വേരൊക്കെ പുറത്തേക്ക് വരുന്നിട്ടാണ് നമ്മളിത് റീപോർട്ട് ചെയ്യണത്. ഇപ്പോൾ നല്ലൊരു പോട്ടിംഗ് മിക്സിലേക്കാണ് ഇതിനെ ഈ പോട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്ന് എടുത്തിട്ട് അടുത്ത സൈസ് പോട്ടിലേക്കാണ്, ഒരുപാട് വലിയ പോട്ടിലല്ല, എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, അടുത്ത സൈസ് പോട്ടിലേക്ക് വേണം അതിനെ സെറ്റ് ചെയ്യാൻ. അപ്പോഴാണ് ചെടിക്ക് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഈ അടുത്ത സൈസ് പോട്ടിലേക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഫില്ല് ചെയ്യാൻ വേണ്ട പോട്ടിംഗ് മിക്സേ ഉപയോഗിക്കുള്ളൂ. കാരണം ഇത് നമ്മൾ നല്ല പോട്ടിംഗ് മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യണത് ഈ വലിയ പോട്ടിലേക്ക്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയെന്ന് കാണാം. ഇത് നോക്കൂ, ഞാൻ വിചാരിച്ച പോലെയല്ല. ഇത് കണ്ടോ, ഇതിൽ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പോട്ടും സൈസ് മതിയോ എന്ന് തോന്നുന്നില്ല, നോക്കിയൊക്കെ ഏതായാലും. അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത സൈസ് പോട്ടിലേക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇത് നോക്കൂ, ഇതിൽ നല്ല ടൈറ്റാണേ. അപ്പോൾ ഈ പോട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിലത് ലൂസായി ഇരിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പ് അതിൻ്റെ ചുറ്റും കിട്ടാൻ വേണ്ടി ഇതിൻ്റെ അടുത്ത സൈസ് പോട്ടിലേക്ക് വേണ്ടി വരും ചിലപ്പോൾ സെറ്റ് ചെയ്യാൻ. എന്തായാലും ഇത് ഇടുന്ന് എടുത്ത് നോക്കട്ടെ. ഇത് കണ്ടോ, നല്ല റൂട്ട് ബൗണ്ട് ആയതുകൊണ്ട് ഇവിടെയൊക്കെ റൂട്ട് നല്ല തിങ്ങി ഞെരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പോട്ട് ഉപയോഗിക്കുമ്പോൾ ഇതും ഏതാണ്ട് കണ്ടോ അങ്ങനെ തന്നെയാണ്. അതിന് ആ ഇന്നർ സ്പേസ് ഹൈറ്റാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വൈഡായിട്ടുള്ള പോട്ടിലേക്ക് വേണം ഇതിനെ സെറ്റ് ചെയ്യാൻ. ഈ പോട്ട് പറ്റില്ല, ഞാൻ പോട്ട് മാറ്റിയെടുക്കട്ടെ. ഇനിയിപ്പോൾ ഈ പോട്ടിലേക്കാണ് അതിനെ സെറ്റ് ചെയ്യുന്നത്. കുറച്ചും കൂടെ വലിയ പോട്ടാണ്. ഞാൻ ഈ പോട്ട് സെലക്ട് ചെയ്യാൻ വേറൊരു റീസൺ ഉണ്ടായിരുന്നു. ഈ സെറാമിക് പോട്ടിലേക്ക് ഇതിനെ കറക്റ്റായി ഇറക്കി വയ്ക്കാൻ പറ്റും, അങ്ങനെ വ്യാമോഹിച്ചിട്ട് ഇതിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇനി നല്ല ലൂസായി നമുക്ക് ഈ വലിയ പോട്ടിൽ നല്ല സുഖമായിട്ടിരിക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മണ്ണ് നല്ല ഡ്രൈ ആണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് നനച്ച് കൊടുക്കണം. എന്നിട്ട് തൽക്കാലം എൻ്റെ അടുത്തുള്ള ഈ ഒരു പോട്ടിലാണ് അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യേണ്ടത്. ഇത് ഇതിലേക്ക് കറക്റ്റായിട്ട് പാകമൊന്നും അല്ല. ഇപ്പോൾ ഏതായാലും വേറെ ഒരെണ്ണം കിട്ടണവരെ ഇതിലിരിക്കട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടോ, ഒരു ഭംഗിയൊന്നുമില്ലല്ലോ. ഇതിൻ്റെ കളറൊന്നും അത്ര കറക്റ്റായിട്ട് അതിൻ്റെ ഗ്ലേസിംഗ് ഒന്നും അറിയുന്നില്ല. ഇതിലൊക്കെ നിറച്ച് പൊടിയും ചളിയാണ്. ഇത് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് വൃത്തിയായിട്ട് തുടച്ചാൽ നല്ല ഗ്ലേസിങ് വരും. നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. കണ്ടോ, എപ്പോഴും ബാക്കിലൊരു സപ്പോർട്ട് കൊടുക്കുക, ലീഫൊന്നും ഒടിഞ്ഞു പോകാണ്ടിരിക്കുക. ഇപ്പോൾ 2 ലീഫും കൂടെ ഉള്ള വ്യത്യാസം നോക്കൂ. ചിലർ ഓയിലൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ശരിക്ക് വെറുതെ നനഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ തന്നെ അത് നല്ല ഭംഗിയാവും. അപ്പോൾ നമ്മളിതൊരു ചെറിയ അതേ പോട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു 5-6 മാസം കൊണ്ട് തന്നെ ഇതിൽ ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ മറ്റേതെടുത്തപ്പോൾ കണ്ടു, പെട്ടെന്നത് ടൈറ്റായിട്ട് ഇതിന് ഗ്രോത്ത് കിട്ടണമെങ്കിൽ അതിന് ആ ഉള്ളിലൊരു സ്പേസ്, അതിൻ്റെ ആ ബൾബിനൊരു സ്പേസൊക്കെ വേണം. ഇപ്പോൾ ഇത് ടൈറ്റ് ആവുന്നതിന് മുമ്പ് ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് കുറച്ചുകൂടെ വലിയ പോട്ടിലേക്ക് ഇതിനെ സെറ്റ് ചെയ്യണം. പുതിയ ലീഫൊക്കെ ഒന്ന് വന്ന് കഴിയട്ടെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മറ്റേ പോട്ടിലേക്ക് അത് എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്യും നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ നോക്കൂ, ഇതിന് നല്ല ഗ്ലേസിങ് വന്നില്ലേ. അപ്പോൾ എല്ലാ ഇൻഡോർ പ്ലാന്റ്സും ഇങ്ങനെയൊന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് തുടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല ഗ്ലേസിങ്ങിലിരിക്കും. ഇപ്പം നമ്മുടെ പോട്ടിങ്ങും സെറ്റിങ്ങും ഒക്കെ കഴിഞ്ഞു. ഈ CC പ്ലാന്റ് ടോക്സിക് ആണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ നമ്മൾ വളർത്തുന്ന മിക്ക ഇൻഡോർ പ്ലാന്റ്സും ടോക്സിക് ആണ്. അപ്പോൾ ഈ ടോക്സിസിറ്റിയെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്കതെങ്ങനെ സേഫായി ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോക്സിസിറ്റിക്ക് കാരണം എന്താണെന്ന് നമുക്കറിയണം. ഇത് ടോക്സിക് ആവാൻ കാരണം ഇതിൽ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാവുകൊണ്ടാണ്. ആ കാൽഷ്യം ഓക്സലേറ്റാണ് ഇതിൻ്റെ ടോക്സിസിറ്റിക്ക് കാരണം. അത് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് പൊട്ടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കുട്ടികളൊക്കെ എടുത്ത് കടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ സെൽസ് ആപ്പിലാണ് ഈ കാൽഷ്യം ഓക്സലേറ്റ് ഉണ്ടാവുക. ചെടിയെ വെറുതെ തൊട്ടാലോ അല്ലാണ്ട് അതിനെ നമ്മൾ വെറുതെ നനയ്ക്കും അടുത്തുകൂടെ പോവുകയൊന്നും ചെയ്താൽ ടോക്സിക് അല്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പെറ്റ്സോ കുട്ടികളോ ഇത് കടിക്കാതെയും, അതേപോലെ ഈ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഇതിൻ്റെ ലീഫൊന്നും പിടിച്ച് ഒടിച്ചിട്ട് അതിൻ്റെ സെൽസ് ആപ്പ് കയ്യിലാവാതെ ഇരിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി കുട്ടികളുടെ കാര്യമാണെങ്കിൽ നമുക്കത് കുറച്ച് ഹൈറ്റിൽ വയ്ക്കാം. പക്ഷേ പെറ്റ്സ് അങ്ങനെയല്ലല്ലോ, പൂച്ചയൊക്കെ ജനലിലേക്കൊക്കെ ചാടി കയറും. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് പെറ്റ്സിനെ അവോയ്ഡ് ചെയ്യാൻ, പെറ്റ്സ് അടുത്തേക്ക് വരാതിരിക്കാനുള്ള പൊടിക്കൈ എന്താണെന്നറിയോ? കുറച്ച് വിനെഗർ കോട്ടണിലാക്കി
അതിൻ്റെ ഇടയിൽ ചട്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്മെല്ല് കാരണം ഇങ്ങനത്തെ പെറ്റ്സും ഇൻസെക്ട്സ് ഉണ്ട്, അതേപോലെ വീടിനകത്ത് കാണുന്ന ചെറിയ പ്രാണികൾ, പഴങ്ങളിലൊക്കെ വന്നിരിക്കുന്ന അങ്ങനത്തെ പ്രാണികളും ഈ മണ്ണിലൊന്നും വന്നിരിക്കില്ല. അപ്പോൾ നമുക്കത് നല്ലൊരു സൊല്യൂഷനാണ് കുറച്ച് വിനെഗറിൽ മുക്കിയ കോട്ടൺ അവിടെ വെക്കുക എന്നുള്ളത്. അടുത്തതായി വേണ്ടത്, നമ്മൾ ഏത് പ്ലാന്റ്സിനെ മാനേജ് ചെയ്യുമ്പോഴും അതിനെ ലീഫ് തുടയ്ക്കും, അതിനെ നനയ്ക്കും, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും പണികൾ ചെയ്യുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫേസിലോ കണ്ണിലൊക്കെ കണ്ണ് തിരുമ്മലൊക്കെ ചെയ്യും. അപ്പോൾ അതിനൊക്കെ മുമ്പ് കൈ നന്നായി സോപ്പിട്ട് കഴുകിയിട്ടുണ്ടാവണം. അപ്പോൾ എന്ത് പണികളെടുത്താലും, ചെടികളെ മാനേജ് ചെയ്യുമ്പോഴും അതെ, അല്ലാണ്ട് വേറെ എന്ത് പണിയെടുത്താലും നമ്മൾ കൈയൊന്ന് അത് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പിട്ട് കഴുകുന്നത് നല്ലൊരു പ്രാക്ടീസാണ്. ആ പ്രാക്ടീസ് ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ട്. കോവിഡ് വന്നതിന് ശേഷം നമ്മൾക്ക് എല്ലാവരും ആ പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. എന്നാലും ചെടികളെ തൊട്ട് കഴിഞ്ഞാലും അതൊന്നും കൂടെ നിർബന്ധമായി നമ്മൾ ചെയ്യുക. അപ്പോൾ പിന്നെ പ്ലാന്റ്സിനെ ടോക്സിക് ആണെങ്കിലും അത് പ്രശ്നമില്ല. അത് കഴുകിക്കഴിഞ്ഞാൽ, സോപ്പിട്ട് കഴുകിക്കഴിഞ്ഞാൽ അതെല്ലാം ക്ലീൻ ആവും. പിന്നെ നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിന്നോ അങ്ങനെ അലർജി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്, അതും യൂസ് ചെയ്യുക. പിന്നെ CC പ്ലാന്റിൻ്റെ കെയറിൽ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ വാട്ടറിംഗ് ആണ്. ഇത് അണ്ടർ വാട്ടറിങ് ടോളറേറ്റ് ചെയ്യും, പക്ഷേ ഓവർ വാട്ടറിങ് ആയാൽ പ്ലാന്റ് റൂട്ട് റോട്ട് വന്ന് നാശമായി പോകാനാണ് ചാൻസ്. അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത പ്ലാന്റ് ആഴ്ചയിൽ ഒരിക്കൽ മതിയായിരിക്കും. പക്ഷേ അത് നോക്കിയിട്ട് നമ്മുടെ വീടിനകത്തെ ലൈറ്റിംഗ് സിറ്റുവേഷനും കാര്യങ്ങളും നോക്കിയിട്ട് വേണം. ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും വേണ്ടി വരില്ല. അപ്പോൾ മണ്ണിൻ്റെ മോയ്സ്ചർ ചെക്ക് ചെയ്തിട്ട് തന്നെ വേണം. സോയിലിൽ വിരൽ താഴ്ത്തി നോക്കുക, അത് ഡ്രൈ ആണെന്ന് തോന്നിയാൽ മാത്രം നനയ്ക്കുക. താഴെ ഡ്രെയിനേജ് ഹോളിൽ കൂടെ ചെക്ക് ചെയ്താലും മതി, താഴെ നനവുണ്ടെങ്കിലും നനയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് അത്രയും കെയർഫുൾ ആവണം, അത്രയും ഡ്രൈ ഔട്ട് ആയിട്ടാണ് നനയ്ക്കേണ്ട കാര്യമുള്ളൂ. അതാണ് ചെക്ക് ചെയ്യാനുള്ളത്. പിന്നെ നല്ല ബ്രൈറ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്പോട്ടിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നല്ല ഫാസ്റ്റായിട്ട് പെട്ടെന്ന് വളരും. നമുക്ക് അങ്ങനെ വലിയ CC പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ തരാനുള്ള ടിപ്പ് അതാണ്. നല്ല ബ്രൈറ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ അതിനെ വെക്കുക. ഇൻഡോറായി സെറ്റ് ചെയ്യുമ്പോൾ അത്ര ബ്രൈറ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടില്ല, ചെറിയ ലൈറ്റേ കിട്ടുള്ളൂ. ഇത് ലോ ലൈറ്റിലും സർവൈവ് ചെയ്യുമെങ്കിലും ഫാസ്റ്റായി വളരണമെങ്കിൽ നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ വെക്കുകയും ചെയ്യുക. അതേപോലെ മാസത്തിലൊരിക്കൽ ഫെർട്ടിലൈസ് ചെയ്യുകയും ചെയ്യുക. ഫെർട്ടിലൈസ് ചെയ്യാൻ നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസറായ സീവീഡ് സൊല്യൂഷൻ ഉപയോഗിക്കാം. അതേപോലെ കെമിക്കൽ ഫെർട്ടിലൈസറായ NPKയും എപ്സം സോൾട്ടും ഉപയോഗിക്കാം. മാസത്തിലൊരിക്കലേ ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒരു പ്രാവശ്യം നിങ്ങൾ കെമിക്കലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഓർഗാനിക് ഉപയോഗിക്കുക. ഇനി അത് ഓർഗാനിക് മാത്രം ഉപയോഗിക്കണം എന്നുള്ളവർക്ക് സീവീഡ് സൊല്യൂഷൻ മാത്രം ഉപയോഗിക്കാം, അതൊന്നും പ്രശ്നമില്ല. ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഗ്രോത്ത് വരിക. അപ്പോൾ എന്തായാലും ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ അതിനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുഷിയായിട്ട് വരും. ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കുക. ഇത്രയും ഇന്നത്തെ വീഡിയോയിലുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.